ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ദിവസം കൂടെ അത്യുന്നതനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യാം, ദൈവത്തെ സ്തുതിക്കാം. 44-ാം സങ്കീർത്തനം, അവിടെ നമ്മളൊരു ഒരു വചനം കണ്ടു. മൈ ഗോഡ് മൈ കിങ്, എൻ്റെ ദൈവം എൻ്റെ രാജാവാണ്, എൻ്റെ രാജാവും എൻ്റെ ദൈവവുമേ എന്നുള്ള ഒരു വാക്യം നമ്മൾ കണ്ടു. ഇവിടെ 45-ാമത്തെ സങ്കീർത്തനത്തിൽ കോരഹപുത്രന്മാരുടെ തന്നെ സങ്കീർത്തനമാണ്. ഇവിടെ ഒരു രാജാവിൻ്റെ വിവാഹ ഗീതമാണ്. ഒരു രാജാവ്, ആ രാജാവിനെ കുറിച്ച് പറയുന്നത് ശലോമോനെയും ഫറവോൻ്റെ പുത്രിയും. ഫറവോൻ്റെ പുത്രി വിവാഹം കഴിച്ചിരുന്നു, നമ്മൾ അറിയാം, പഴയ നിമിത്തം കാണുന്നു. അപ്പോൾ ശലോമോനെയും ഫറവോനെയും മാത്രമേ കാണുന്നുള്ളെങ്കിൽ അവർ ഹസ്രദൃഷ്ടിയുള്ളവരാണ്, അവർ ദീർഘവീക്ഷണമില്ലാത്തവരാണ്. ഈ സങ്കീർത്തനത്തിൽ അവരെയാ കാണുന്നെങ്കിൽ അവർ ഹസ്രദൃഷ്ടിയുള്ളവരാണ്. ഇനി ശലോമോനെയും യേശുവിനെയും മാത്രമാണ് കാണുന്നതെങ്കിൽ അവർക്ക് വികലമായ കാഴ്ചയുള്ളവർ. യഥാർത്ഥമായ കാഴ്ചപ്പാടിൽ ശലോമോനെയും ഫറവോൻ്റെ പുത്രിയെയും ഒന്നുമല്ല, ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ സഭയായ മണവാട്ടിയെയും കാണുവാനായിട്ട് സാധിക്കണം. കാരണം 45-ാം സങ്കീർത്തനം അവിടെ പറയുന്നത് 6-ാമത്തെ വാക്യത്തിൽ പറയുക, ദൈവമേ നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു, നിൻ്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലുമാകുന്നു. അപ്പോൾ ഇവിടെ എന്നും എന്നേക്കുമുള്ള ഒരു രാജാവ്, രാജ്യത്ത് നീതിയുള്ള ചെങ്കോല്. ശലോമോൻ്റെ സിംഹാസനം എന്നേക്കുമുള്ളതായിരുന്നില്ല. ഇവിടെ ഇത് പ്രതീകാത്മകമായിട്ടാണെങ്കിലും ഇത് ആ ഒരു സന്ദർഭത്തെ ദൃഷ്ടാന്തവൽക്കരിച്ചുകൊണ്ട് നമുക്ക് ഒരു നിഴലായിട്ട് പുതിയ നിയമസഭയിലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഭയോടുള്ള ബന്ധം അത് വിവരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് വായിക്കാം. ഇവിടെ പറയുകയാണ്, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലാകുന്നു, നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിൻ്റെ അധരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ ഏറ്റവും എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവയെ നിൻ്റെ വാൾ അരക്കി കെട്ടുക, നിൻ്റെ തേജസ്സും നിൻ്റെ മഹിമയും തന്നെ. ഇവിടെ പറയണം, ഒന്നാമത് ഹൃദയമാണ് ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നത്. നമ്മുടെ ഹൃദയമാണ് ദൈവത്തിന് വേണ്ടത്. നിൻ്റെ ഹൃദയം എനിക്ക് തരിക എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. സ്നേഹവും എല്ലാം അത് റിയലായിട്ട് നമ്മൾ വരേണ്ട ഹൃദയത്തിലാണ്. നമ്മൾ ഭക്തിയെക്കുറിച്ച് പറയുമ്പോഴും പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പറയുമ്പോഴും അതരസേവ, അതരചാവരണം എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ അതരം കൊണ്ട് ഭക്തി നയിക്കുന്നു, അതരത്തിൽ മാത്രം പ്രാർത്ഥനയാണ്, പക്ഷേ ഹൃദയം എങ്കിൽ ദൂരെ തകറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാറ്റിനും ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു സമ്മേളനം നടക്കുന്നത് ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് യഥാർത്ഥമായ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നെന്ന് പറയുന്നത്, വചനത്താൽ, ദൈവവചനത്താലൊക്കെ നമ്മുടെ ഹൃദയം നിറയുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നത്. ഇനി എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് പറയുന്നു. നാവ് ലേഖകൻ്റെ എഴുത്തുകോലാണ്, സമർത്ഥനായ. പഴയ നിയമത്തിലെ പഴയ കാലഘട്ടത്തിലൊക്കെ എഴുത്തുകോൽ എന്ന് പറഞ്ഞാൽ മുക്കി മഷി എഴുതി ഇങ്ങനെ എഴുതുന്ന ഒരു എഴുത്തുകോൽ എന്ന് പറയും, പെൻ എന്ന്. അപ്പോൾ നാവ് കൊണ്ട് അവൻ്റെ ഗീതികൾ, അവൻ്റെ വസ്തുതകൾ വർണ്ണിക്കുന്നതാണ് അവൻ്റെ നാവിൽ. എൻ്റെ നാവിൽ എപ്പോഴും ദൈവത്തിന് സ്തുതിയുണ്ട് എന്നൊക്കെ സംഗീതക്കാരൻ പറയുന്നതിനോട് ചേർത്ത് പറയാനായിട്ട് സാധിക്കും. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിൻ്റെ അതിരുകളിന്മേൽ ലാവണ്യം പടിനിയമത്തിൽ കാണുന്നുണ്ട്. അവിടെ ലാവണ്യം അതിരങ്ങളിൽ മേൽ പറഞ്ഞിരിക്കും. കർത്താവായ യേശു ക്രിസ്തു ദേവാലയത്തിൽ പ്രസംഗിക്കുമ്പോൾ പറയാം, അവൻ്റെ ലാവണ്യ വാക്കുകൾ നിമിത്തം അവർ ആശ്ചര്യപ്പെട്ടു, അവൻ്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കുകൾ. പക്ഷെ അവൻ്റെ വായിൽ ലാവണ്യ വാക്കുകൾ മാത്രമല്ല, നീതിയുള്ള അതിരങ്ങൾ കൂടിയാണത്. നമ്മൾ ഇതിനോട് സാമ്യരായിരിക്കണം. അത് ലാവണ്യം നമ്മുടെ അതിര്. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവയെ നിൻ്റെ വാൾ അരക്കി കെട്ടുക, നിൻ്റെ തേജസ്സും നിൻ്റെ മഹിമയും തന്നെ. വാളിനെ കുറിച്ചൊക്കെ പറയുന്നത് വചനത്തെക്കുറിച്ചാണ്. നിൻ്റെ തേജസ്സും നിൻ്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായ വാഹനമേറി എഴുന്നള്ളുക. നിൻ്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. നിൻ്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു, ജാതികൾ നിൻ്റെ കീഴിൽ വീഴുന്നു.
ഇതെല്ലാം വചനത്തെക്കുറിച്ചുള്ള ഒരു ഇതാണ്. പിന്നെ അവിടെ ഉണ്ടാകേണ്ട നമ്മുടെ ഗുണഗണങ്ങളെക്കുറിച്ച് പറയുകയാണ്. മണവാളിൻ്റെ ഗുണഗണങ്ങൾ അത് മണവാട്ടിക്കും അതേ ഇതിലേക്ക് നമ്മൾ ആ സൗമ്യതയിലേക്കും ആ നീതിയും സത്യവും നീതിയിലേക്ക് നമ്മളും കടന്നു വരേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. പിന്നെ പറയാണ്, നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളയാവും, ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു, രാജാവിൻ്റെ ശത്രുക്കളെ നെഞ്ചത്തവ തറയ്ക്കുന്നു. ഇവിടെ കഴിഞ്ഞ 44 സങ്കീർത്തനത്തിൽ ഈ ശത്രുവിൻ്റെ മുമ്പാകെ തോൽക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്ന ഒരിതുണ്ട്. 10-ാമത്തെ ഭാഗം 44:10 പറയുന്നുണ്ട്, വൈരിയുടെ മുമ്പിൽ നിങ്ങളെ പുറം കാട്ടുമാറാക്കുന്നു, ഞങ്ങളെ പായിക്കുന്നവർ ഞങ്ങളെ കൊള്ളയിടുന്നു എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പോയിട്ട് പുറം കാട്ടുമാറാക്കുമെന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞുവിടുന്ന അവിടെ കാണുന്നത്. ഇപ്പോൾ ഒരു പടയാളി മരിച്ചു കിടക്കുമ്പോൾ അവൻ എവിടെയാണ് വെടിയേറ്റത് അല്ലെങ്കിൽ അസ്ത്രം അമ്പ് ഏറ്റത് അല്ലെങ്കിൽ കുന്തം കൊണ്ട് എവിടെയാണ് അവന് കുത്തപ്പെട്ടത് നോക്കിയാണ് അവൻ്റെ ധീരത മനസ്സിലാക്കുന്നത്. പുറകിലാണെങ്കിൽ അവൻ പിന്തിരിഞ്ഞോടിയ പടയാളിയാണ്, എന്നാൽ നെഞ്ചിലാണെങ്കിൽ അവൻ മുന്നേറിയ പടയാളിയാണ്, അവനാണ് ധീരൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പറയാം പുറം കാട്ടുമാറാക്കുന്ന പറഞ്ഞാൽ പുറവ് പിന്തിരിഞ്ഞോടുക എന്ന് പറയുന്നത്. ഇത് അതിനോട് സാമ്യപ്പെടുത്തി പറയാം. പക്ഷേ നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളയാകുന്നു, ജാതികൾ നിന്റെ കീഴിലുള്ളൂ, രാജാവിൻ്റെ ശത്രുക്കളെ നെഞ്ചത്തവ തറയ്ക്കുന്നു. ഈ അസ്ത്രം ഇത് ദൈവവചനത്തെ കുറിക്കുന്നതാണ്. ദൈവവചനം ഏതാണ്? ഏത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമച്ചകളെയും വേറോടി ഇരിക്കുമ്പോൾ ഇരുവായത്തുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് ദൈവത്തിൻ്റെ വചനം എന്നൊക്കെ പറയും. അതിനോട് സാമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുകയാണ്. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു, നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു, നീ നീതി ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദൂഷിക്കുന്നു. അതുകൊണ്ട് നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇത് എബ്രായ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ ഈ ഭാഗം എടുത്ത് കോട്ട് ചെയ്ത് പറയുന്നുണ്ട്. അതായത് ദൈവസ്നേഹത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദോഷിക്കുമ്പോൾ ദൈവിക സന്തോഷം നമുക്ക് ലഭിക്കും. ലൗകിക സന്തോഷമാണോ ദൈവിക സന്തോഷമാണോ എന്ന് പറഞ്ഞാൽ രണ്ടും ചേർന്ന് പോകത്തില്ല. ജഡത്തിൻ്റെ ഇച്ഛകൾ നമുക്ക് വേണം, ദൈവം തരുന്ന നിത്യമായ സന്തോഷം വേണമെന്ന് പറയുന്നത് ചേരുകയില്ല. ദുഷ്ടതയെ തിന്മയൊക്കെ നമ്മൾ വെടിയും തോറും, നമ്മൾ അത് ഉപേക്ഷിക്കും തോറും, ത്യജിക്കും തോറും നമ്മൾ ദൈവസ്നേഹം നിറയും. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ ഇവയെല്ലാം ലോകത്തു നിന്നുള്ളതാകുന്നു. ലോകത്തിൻ്റെ സ്നേഹമുള്ള പിതാവിൻ്റെ സ്നേഹമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളിൽ ലോകസ്നേഹം കുറയുമ്പോൾ ദൈവസ്നേഹം നമ്മൾ നിറയും. ശൂന്യമായിരിക്കുകയല്ല, എന്തിനാണോ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് പറയുന്നത്. 1 യോഹന്നാൻ 2-ാമത്തെ വാക്യം, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരു ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തു നിന്ന് അത്രയാകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവം ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മളെ തന്നെ ഈ ഇതിൽ നിന്ന് വിടുവിക്കുന്നോ ദൈവം, അപ്പോൾ ദൈവിക സന്തോഷവും ദൈവിക കൃപകളും കൊണ്ട് നമ്മൾ നിറയപ്പെടും. ഇവിടെ പറയാം, ഇനി വസ്ത്രത്തെക്കുറിച്ച് പറയുന്നു, നിന്റെ വസ്ത്രമെല്ലാം മോറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തങ്ങൾ കമ്പിനാഥനെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. ഇവിടെ വസ്ത്രത്തിൻ്റെയൊക്കെ അതെല്ലാം ഓരോന്ന് ദൃഷ്ടാന്തവൽക്കരിക്കുന്ന വെറും മൂറെന്നൊക്കെ പറയാം. അതിനൊക്കെ മെഡിസിനൽ പവറോ അല്ലെങ്കിൽ അതിൻ്റെ വിശുദ്ധി, ഓരോന്നിനും അതിൻ്റെ അർത്ഥമുണ്ട് ഇതിൻ്റെയൊക്കെ. അപ്പോൾ ഓരോന്നും അർത്ഥവത്തായിട്ടുള്ളതാണ്. ഇനി അവിടെ പറയുകയാണ് 9-ാമത്തെ വാക്യം, നിന്റെ സ്ത്രീരത്നം കൂട്ട് രാജകുമാരി, നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. ഏറ്റവും വലിയ തങ്കമാണ് അവിടെ, വളരെ മനോഹരമായിട്ട് അവിടെ. എന്നിട്ട് അവിടെ പറയുകയാണ് 10-ാമത്തെ വാക്യം, അല്ലയോ കുമാരി, കേൾക്കുക, നോക്കി ചെവി അയക്കുക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. ഈ പാശ്ചാത്യ പൗരസ്ത്യ സഭകളിൽ ഒരു ചില ഇതിലൊക്കെ ഗീതങ്ങൾ പാടും. അതായത് സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കുക എന്ന് പറഞ്ഞൊരു പാട്ട് അതിനോട് ചേർത്ത് പാടാറുണ്ട്. നിന്നാൾ സ്തുതിയോട് രാജമകൾ നിൻബലമായ രാജഭാവനയും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നിന്നഴകരജൻ മോഹിപ്പാൻ നിൻ ജനമോർക്കായ പിതൃഗ്രഹവും. അത് ഈ വാക്യത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. നിന്റെ അഴക് രാജാവ് മോഹിപ്പാൻ നീ നിന്റെ സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കുക എന്നുള്ളത്. അതായത് സ്വജനം എന്ന് പറഞ്ഞാൽ സ്വജനത്തെയും പിതൃഭവനം എന്നും പറഞ്ഞാൽ ആ പാപത്തിൻ്റെ ഇതിൽ നമ്മളെല്ലാം ജഡത്തിൽ ജനിച്ച് പാപമയമായതിൽ നിന്ന് അതിന് നമ്മൾ പുതിയ സൃഷ്ടിയാകുന്നതിനെ കുറിച്ച് അവിടെ പറയണേ. ഈ ലോകത്തെ അതിനെയും നമ്മൾ ത്യജിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെക്കുന്നതിന് മോഹപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണതയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അതൊക്കെ അവളെ ചിത്രത്തയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവ്വഭൂമിയിൽ നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ഇതെല്ലാം സാമ്യപ്പെടുത്തി പറയും. നമുക്കറിയാം. എഫേസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ സഭയെക്കുറിച്ച് പറയാൻ കാണിക്കുന്ന ഏറ്റവും മനോഹരമായ ഉപമ എന്ന് പറയുന്നത് എഫേസ് ലേഖനം 5-ാമത്തെ അധ്യായം അവിടെ കാണുകയാണ്. 25-ാമത്തെ വാക്യം 22 മുതൽ ഭാഗങ്ങൾ പറയുന്നത്, ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർ കീഴടങ്ങുകയും ക്രിസ്തു തൻ്റെ ശരീരത്തിൻ്റെ രക്ഷിതാവായ സഭയ്ക്ക് തലയാകുന്ന പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും അവനവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവിടെ പറയുകയാണ്, 26 തൻ്റെ ജഡത്തിൽ ഒരു നാളും ഭാവിച്ചു ക്രിസ്തുവും സഭയെ ചെയ്യുന്ന പോലെ അതിനെ പോറ്റി പുലർത്തിയത്ര ചെയ്ത് നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. അതുനിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തരും തൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യ ഭർത്താവിനെ ഭയക്കേണ്ടതാകുന്നു. അവിടെ പറയുന്നത് ആ വൈവാഹിക ജീവിതത്തിലെ ബന്ധത്തെ, ഈ സഭയും ക്രിസ്തുവുമായുള്ള ബന്ധത്തെ അവിടെ കാണിക്കുക. സ്നേഹവും സമർപ്പണവും പരസ്പര പൂരകങ്ങൾ അതവിടെ ദൃഷ്ടാന്തവൽക്കരിച്ച് കാണിക്കുകയാണ്. ആത്യന്തികമായിട്ട് ഇതിൻ്റെ ഇത് കാണുന്ന വെളിപാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 19:7 പറയുകയാണ്. 6-ാമത്തെ ഇതിൽ അവസാനം വരുമ്പോൾ ഹല്ലേലൂയ, സർവ്വശക്തികളും നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തിയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഈ വധുവ ദൈവത്തിൻ്റെ സത്യവചനമെന്നും എന്നോട് പറഞ്ഞു. അപ്പോൾ കുഞ്ഞാടിൻ്റെ കല്യാണം, അവിടെ കുഞ്ഞാടിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് പറയുകയാണ്. തന്നെത്താൻ ഒരുക്കിയിരിക്കുക, തന്നെത്താൻ ശുദ്ധീകരിക്കുക. ഇന്നൊക്കെ ബ്യൂട്ടി പാർലറൊക്കെ പോയി എത്ര സമയങ്ങളാണല്ലേ ഒരു ഈ മണവാട്ടി ബ്രൈഡ് ഒരുങ്ങാനായിട്ട് എത്ര സമയമൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ പറയാം തന്നെത്താൻ ഒരുക്കിയിരിക്കുക. പിന്നെ അവളുടെ വസ്ത്രം എന്താണ്? ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം. അത് വലിയ ദാടിമോടികളൊന്നുമില്ല, ശുദ്ധമാണ്. പ്യുവർ, അതിനായിട്ട് ഹോളി, ശുദ്ധവും ശുഭ്രവുമായ ഇത് ശുഭ്രവസ്ത്രം, വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം എന്ന് പറയുന്നത് നീതി പ്രവൃത്തികളാണ്. അതായത് നമ്മുടെ ഓരോ ചെയ്തികളും നമ്മുടെ പ്രവൃത്തികളും അതെല്ലാം വസ്ത്രമായിട്ടാണ് അവിടെ കാണുന്നത്. വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ, അതാണ് സഭയുടെ, അതായത് കാന്തിയാകുന്ന മണവാട്ടിയുടെ വസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ദൈവസഭയാണെങ്കിൽ ദൈവസഭയുടെ അംഗങ്ങളായവർ നീതിയിൽ അവരുടെ ജീവിതങ്ങൾ അപ്രകാരം ക്രമീകരിക്കാനായിട്ട് സാധിക്കണം. ദൃഷ്ടാന്തമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നമുക്കിതിനകത്ത് പ്രധാനപ്പെട്ടത് ഇതിൻ്റെ സ്വജനത്തെയും നിർഭവനത്തെയും മറക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ലോകത്തിൽ നിന്നുള്ള ലോകസ്നേഹവും ചിരി സ്നേഹങ്ങളും എല്ലാം നമ്മൾ മാറ്റി, നമ്മൾ അകറ്റി നമ്മുടെ ഹൃദയം പൂർണ്ണമായി ദൈവത്തിന് കൊടുത്തുകൊണ്ട് നമ്മുടെ ആദരങ്ങളും എല്ലാം ദൈവത്തിൻ്റെ വകയാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ്. നമ്മൾ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. സഭ എങ്ങനെയാണ് വിലയ്ക്ക് വാങ്ങിയത്? തൻ്റെ വിലയേറിയ രക്തം കൊണ്ട്. നമ്മൾ താന്താങ്ങൾക്കുള്ളവരല്ല, ദൈവത്തിനുള്ളവരാകുന്നെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് ഇടയാകണം. തന്നെത്താൻ നമ്മൾ ഒരുക്കാം, ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാം. സ്നേഹവാനായ ദൈവമേ, നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ മണവാട്ടി സഭയാകുന്ന അവിടുത്തെ വിശുദ്ധ കാന്തയായി അതിനായി ഞങ്ങളെയും വിളിച്ചിരിക്കുന്നതിനായി ഞങ്ങളും ഒരു കെട്ട് തന്നെത്താൻ ശുദ്ധീകരണം പ്രാപിക്കുവാൻ, ഞങ്ങളുടെ ഹൃദയവും മനസ്സും തിന്നുകളും എല്ലാം നിന്നാൽ നിറയപ്പെടുവാൻ, ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം വിശുദ്ധീകരിക്കപ്പെടുവാൻ അവിടുത്തെ ആത്മാവിനായി ഞങ്ങളെ സഹായിക്കണമേ. നല്ല കൃപകൾക്കായ സ്തുതി മുഖത്തോടൊന്ന് മാത്രം എടുക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം മുഖത്തുപെടുവാനായിട്ട് തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.